അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സിലെ തിരഞ്ഞെടുത്ത 22 ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1930, ഓപ്ഷൻ ബി 1935, ഓപ്ഷൻ സി 1947, ഓപ്ഷൻ ഡി 1950. ഇന്ത്യൻ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ഓപ്ഷൻ ബി 1935. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആഗോളവൽക്കരണം ആരംഭിച്ചത് ഏത് വർഷം? ഓപ്ഷൻ എ 1991, ഓപ്ഷൻ ബി 1985, ഓപ്ഷൻ സി 1995, ഓപ്ഷൻ ഡി 2000. ഏതാണ് ഇന്ത്യയിലെ ആഗോളവൽക്കരണം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1991 ഇന്ത്യയിലെ ആഗോളവൽക്കരണം ആരംഭിച്ചത്. മൂന്നാമത്തെ ചോദ്യം, പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1951, ഓപ്ഷൻ ഡി 1955. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചത് ഓപ്ഷൻ ബി 1950 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചത്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഓഹരി വിപണി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓഹരി വിപണി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ഡൽഹി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മുംബൈ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഓഹരി വിപണി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി മുംബൈയിലാണ്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പാൻ കാർഡ് സംവിധാനം ഏത് വകുപ്പാണ് നിയന്ത്രിക്കുന്നത്? പാൻ കാർഡ് സംവിധാനം ഏത് വകുപ്പാണ് നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ എ വാണിജ്യ വകുപ്പ്, ഓപ്ഷൻ ബി സാമ്പത്തിക വകുപ്പ്, ഓപ്ഷൻ സി ആദായ നികുതി വകുപ്പ്, ഓപ്ഷൻ ഡി ധനകാര്യ വകുപ്പ്. ആ പാൻ കാർഡ് കയ്യിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമുള്ളൂ, അതിൻ്റെ മേലിൽ എഴുതി വെച്ചിട്ടുണ്ട് പാൻ കാർഡ് ഏത് വകുപ്പാന്നുള്ള. ഏതാണ്? ഓപ്ഷൻ സി ആദായ നികുതി വകുപ്പ് അഥവാ ഇൻകം ടാക്സ് വകുപ്പാണ് പാൻ കാർഡ് സംവിധാനം നോക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഔദ്യോഗിക കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന ആര്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏഴാമത്തെ ചോദ്യം, പാശ്ചാത്യ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? പാശ്ചാത്യ മാതൃക അഥവാ വെസ്റ്റേൺ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിച്ചതാര്? ഓപ്ഷൻ എ മൊറാർജി ദേശായി, ഓപ്ഷൻ ബി പി ചിദംബരം, ഓപ്ഷൻ സി RK ഷൺമുഖം ചെട്ടി, ഓപ്ഷൻ ഡി മൻമോഹൻ സിംഗ്. ആരാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി RK ഷൺമുഖം ചെട്ടിയാണ് പാശ്ചാത്യ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിച്ചത്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിരന്തര ഓഹരി സൂചികയുടെ ചുരുക്കപ്പേരെന്ത്? ഇന്ത്യയിൽ നിരന്തര ഓഹരി സൂചികയുടെ ചുരുക്കപ്പേരെന്ത്? ഓപ്ഷൻ എ BSE, ഓപ്ഷൻ ബി NSE, ഓപ്ഷൻ സി സെൻസെക്സ്, ഓപ്ഷൻ ഡി നിഫ്റ്റി. ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സെൻസെക്സ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ നിരന്തര ഓഹരി സൂചികയുടെ ചുരുക്കപ്പേരാണ് സെൻസെക്സ്. ഒമ്പതാമത്തെ ചോദ്യം, കറൻസി നോട്ടുകൾക്ക് പിന്നിലുള്ള നിലവാരം ഉറപ്പാക്കുന്നത് ആര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി ഫിനാൻസ് സെക്രട്ടറി, ഓപ്ഷൻ സി RBI ഗവർണർ, ഓപ്ഷൻ ഡി സെൻട്രൽ ബാങ്ക്. കറൻസി നോട്ടുകൾക്ക് പിന്നിലുള്ള നിലവാരം ഉറപ്പാക്കുന്നത് ആര്? നമ്മൾ കറൻസി നോട്ടിൽ ഒരാളുടെ ഒപ്പ് കണ്ടിട്ടുണ്ട്. ആരുടെ ഒപ്പാണ്? RBI ഗവർണറുടെ. ഓക്കെ, അപ്പം ഓപ്ഷൻ സി RBI ഗവർണറാണ് ഉത്തരം. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ പാവപ്പെട്ടവരെ കണ്ടെത്തുന്നതിനുള്ള ഉപാധി ഏത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷനൊന്നും ഞാൻ വായിക്കുന്നില്ല, കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ? BPL. ഓപ്ഷൻ സി BPL, ബിലോ പോവർട്ടി ലൈൻ. ഓക്കെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് BPL വിഭാഗത്തിൽപ്പെട്ടവർ. 11ാമത്തെ ചോദ്യം, ഏത് PSC പരീക്ഷയ്ക്ക് പോയാലും പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ചോദ്യം മിക്കപ്പോഴും ചോദിക്കുന്നതുമാണ്. ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ വ്യവസായവൽക്കരണം, ഓപ്ഷൻ ബി
സാമൂഹിക നീതി, ഓപ്ഷൻ സി കാർഷിക വികസനം, ഓപ്ഷൻ ഡി സേവന മേഖലാ വികസനം. ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണ്? ഓപ്ഷൻ സി കാർഷിക വികസനമാണ്. ഓക്കെ, ഓപ്ഷൻ സി കാർഷിക വികസനം. അടുത്ത ചോദ്യം, പണം മൂല്യമുള്ളതാകാൻ ഉള്ള പ്രധാന കാരണം എന്താണ്? പണം മൂല്യമുള്ളതാകാനുള്ള പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ എ സർക്കാരിൻ്റെ അംഗീകാരം, ഓപ്ഷൻ ബി അതിൻ്റെ ഭാരം, ഓപ്ഷൻ സി അതിൻ്റെ രൂപം, ഓപ്ഷൻ ഡി അതിൻ്റെ വലിപ്പം. ഏതാണ്? പണം മൂല്യമുള്ളതാകാനുള്ള പ്രധാന കാരണം ഏതാണ്? ഓപ്ഷൻ എ സർക്കാരിൻ്റെ അംഗീകാരം. ഇതൊക്കെ ഒരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, PSC ഇപ്പോൾ കൂടുതലും കോമൺ സെൻസ് ക്വസ്റ്റ്യൻസും ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത, നീതി ആയോഗ് നിലവിൽ വന്നത് എപ്പോഴാണ്? നീതി ആയോഗ് നിലവിൽ വന്നത് ഓപ്ഷൻ എ 2013, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2012, ഓപ്ഷൻ ഡി 2014. എപ്പോഴാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 2015. ഓക്കെ, നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതുള്ളതാണ്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതേതാണ്? നീതി ആയോഗ് തന്നെയാണ്. 14ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിയാകുന്നത് ഏത് വിളയാണ്? ഏത് വിളയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൃഷി ചെയ്യുന്നത്? ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി വെളിച്ചെണ്ണ, ഓപ്ഷൻ സി റബ്ബർ, ഓപ്ഷൻ ഡി കാപ്പി. ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? ഏതാണ്? റബ്ബറാണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിയാകുന്ന വിളയാണ് എന്ത്? റബ്ബർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ PNB, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി ICICI, ഓപ്ഷൻ ഡി SBI. എല്ലാവർക്കും അറിയാമല്ലേ? മിക്കവർക്കും ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഏതാണ്? ഓപ്ഷൻ ഡി SBI. ഓക്കെ, SBI ആണ്. അടുത്ത ചോദ്യം, FDI എന്നത് എന്തിൻ്റെ ചുരുക്കരൂപമാണ്? FDI എന്നത് എന്തിൻ്റെ ചുരുക്കരൂപമാണ്? ഓപ്ഷൻ എ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യ, ഓപ്ഷൻ സി ഫോറിൻ ഡെപ്റ്റ് ഇന്ത്യ, ഓപ്ഷൻ ഡി ഫണ്ട് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഏതാണ്? ഓപ്ഷൻ എ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, FDIയുടെ ഫുൾ ഫോമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ GDPയുടെ അഥവാ മൊത്തം ദേശീയ ഉൽപ്പാദനത്തിലെ ഏറ്റവും വലിയ പങ്ക് ഏത് മേഖലയ്ക്കാണ്? ഓക്കെ, ഇന്ത്യൻ GDPയിലെ ഏറ്റവും വലിയ പങ്ക് ഏത് മേഖലയ്ക്കാണ്? ഓപ്ഷൻ എ കാർഷികം, ഓപ്ഷൻ ബി വ്യവസായം, ഓപ്ഷൻ സി സേവന മേഖല, ഓപ്ഷൻ ഡി നിർമ്മാണം. ഏതാണ്? തൃതീയ മേഖല എന്നറിയപ്പെടുന്നതാണ്. തൃതീയ മേഖലക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? സേവന മേഖല. ഓപ്ഷൻ സി സേവന മേഖലയാണ്. ഓക്കെ, സേവന മേഖല. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്ലാസ്റ്റിക് കറൻസി പരീക്ഷണം ആദ്യമായി എന്നാണ് കേട്ടോ. ക്വസ്റ്റ്യനിലുള്ള തെറ്റാണ്, ലെറ്ററിലെ തെറ്റാണ്. ഓക്കെ, ഇന്ത്യൻ പ്ലാസ്റ്റിക് കറൻസി ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഇന്ത്യയിൽ പ്ലാസ്റ്റിക് കറൻസി പരീക്ഷണം ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം ഓപ്ഷൻ ഡി ഗുജറാത്താണ്. ഓക്കെ, ഗുജറാത്ത്. അടുത്ത ചോദ്യം, മനുഷ്യ വികസന സൂചിക അഥവാ HDI തയ്യാറാക്കുന്നത് ആരാണ്? മനുഷ്യ വികസന സൂചിക തയ്യാറാക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ IMF, ഓപ്ഷൻ ബി UNDP, ഓപ്ഷൻ സി WTO, ഓപ്ഷൻ ഡി RBI. ഏതാണ്? ഓപ്ഷൻ ബി UNDP ആണ്, അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് മനുഷ്യ വികസന സൂചിക തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യം, ഡീമോണിറ്റൈസേഷൻ നടപ്പാക്കിയ വർഷം ഏതാണ്? ഡീമോണിറ്റൈസേഷൻ നടപ്പാക്കിയ വർഷം ഏത്? ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2016, ഓപ്ഷൻ സി 2017, ഓപ്ഷൻ ഡി 2015. ഏതാണ് ഡീമോണിറ്റൈസേഷൻ നടപ്പാക്കിയ വർഷം? ഓപ്ഷൻ ബി 2016 ആണ്. ഓക്കെ, ഓപ്ഷൻ ബി 2016. ഭരണഘടന പ്രകാരം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാകുന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭേദഗതിയാണിത്. ഓക്കെ, ഭരണഘടന പ്രകാരം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാകുന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 44ാമത് ഭേദഗതി, ഓപ്ഷൻ ബി 42ാമത് ഭേദഗതി, ഓപ്ഷൻ സി 52ാമത് ഭേദഗതി, ഓപ്ഷൻ ഡി 24ാമത് ഭേദഗതി. ഏതാണ്? മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ഭേദഗതി. ഏതാണ്? ഓപ്ഷൻ ബി 42ാമത് ഭേദഗതിയിലൂടെയാണ്
ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാകുന്നത്. ഈ 42ാമത് ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അറിയപ്പെടുന്നത്. മിക്ക പരീക്ഷകൾക്കും 42ാമത്തെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവസാന ചോദ്യം, ഇന്ത്യയിലെ മൊത്തം സമ്പത്ത് അളക്കുന്നത് ഏത് സൂചികയിലൂടെയാണ്? ഇന്ത്യയിലെ മൊത്തം സമ്പത്ത് അളക്കുന്നത് ഏത് സൂചികയിലൂടെയാണ്? ഓപ്ഷൻ എ CPI, ഓപ്ഷൻ ബി WPI, ഓപ്ഷൻ സി GDP, ഓപ്ഷൻ ഡി NNP. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി GDP ആണ്. ഓക്കെ, GDP. ഇന്ത്യയിലെ മൊത്തം സമ്പത്ത് അളക്കുന്നത് ഏത് സൂചികയിലൂടെയാണ്? GDPയിലൂടെയാണ്. ഓക്കെ, GDP. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് മറ്റൊരു വീഡിയോയും മറ്റൊരു മോക്ക് ടെസ്റ്റുമായി വീണ്ടും കാണാം. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റിൻ്റെ ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.